നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനം. തല കുനിക്കാത്തതാണ് എന്റെ യൗവനം. 80 വയസ്സിനിപ്പുറവും മുഖ്യമന്ത്രിയാകുമ്പോഴും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കോടുകൂടി മലകൾ കയറി പോരാട്ട വീര്യത്തിന്റെ തീനാളമായി ആളിപ്പടർന്ന നേതാവിനെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. 102-ാം വയസ്സിൽ VS പിൻവാങ്ങുമ്പോഴും VS തെളിച്ചു വെച്ച ആ ജ്യോതി അത് അണികളെ ഇനിയും ഏറെക്കാലം ആവേശഭരിതരായി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരമില്ലാതാകുന്ന ഘട്ടത്തിൽ മുഷ്ടി ചുരുട്ടി പ്രവർത്തകർ കണ്ണേ കരളെ VS എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുമ്പോൾ VS-നെ വീണ്ടും മത്സരരംഗത്തേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം. അത്രത്തോളം പാർട്ടിക്കപ്പുറത്തേക്ക്, കക്ഷിക്കപ്പുറത്തേക്ക്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാധാരണക്കാരെ തന്നോടൊപ്പം ചേർത്ത് നിർത്താൻ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ കഴിഞ്ഞ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. തൊഴിലാളി വർഗത്തിന്റെ അനിഷേധ്യനായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹം ചെറിയ വയസ്സിൽ തന്നെ ആസ്പിൻവാൾ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ P കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തുന്നത്. തുടർന്ന് അദ്ദേഹം കർഷക തൊഴിലാളികളുടെ സംഘാടനമായിരുന്നു ആദ്യം. കർഷക തൊഴിലാളികളുടെ സംഘാടനത്തിന് ശേഷം അദ്ദേഹം കുട്ടനാട്ടിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സമര നേതാവായി മാറി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാവാണ് VS അച്യുതാനന്ദൻ. ആ കർഷക തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും പ്രവർത്തനങ്ങളാണ് പിന്നീട് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ച് കർഷകർ വാരിക്കുന്തവുമേന്തി ദിവാൻ CP രാമസ്വാമി അയ്യർക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന പുന്നപ്ര വയലാറിലേക്ക് നീണ്ടത്. പുന്നപ്ര വയലാറിലെ VS അച്യുതാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലായിരിക്കും VS-ഉം അന്ത്യവിശ്രമം കൊള്ളുക. മറ്റന്നാൾ വൈകുന്നേരം പുന്നപ്ര വയലാർ രക്തസാക്ഷികളും അതുപോലെ തന്നെ P കൃഷ്ണപിള്ളയും ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദന് നിത്യനിദ്ര. കോൺഗ്രസോ UDF-ഓ ഇടതുപക്ഷമോ ആരുടെ പേരിലായാലും ശരി, കയ്യേറ്റക്കാർ തന്നെ. അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അവർ പണിതിട്ടുള്ള കെട്ടിടങ്ങൾ അടിച്ച് നിരത്തി അതെല്ലാം തന്നെ കേരളത്തിന്റെ വകയായി മാറ്റുക തന്നെ ചെയ്യും ഈ ഗവൺമെന്റ് എന്നതിൽ സംശയം. കേരളത്തിന്റെ സമരസൂര്യന് കേരളം വിട നൽകുകയാണ്. പതാക പാതി താഴ്ത്തി മുഷ്ടി മുകളിലേക്ക് ഉയർത്തി VS അച്യുതാനന്ദന് കേരളം വിട നൽകുന്നു. മറ്റന്നാൾ വൈകുന്നേരം വലിയ ചുടുകാട്ടിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷികളും P കൃഷ്ണപിള്ളയും അടക്കം നിത്യനിദ്രയിലുള്ള പുന്നപ്ര വയലാറിന്റെ സമരഭൂമിയിൽ VS അച്യുതാനന്ദന് ചിതയൊരുങ്ങും. പോരാട്ടങ്ങളുടെ പടനായകൻ വിട പറയുകയാണ്. 3:20-നാണ് VS അച്യുതാനന്ദന്റെ വിട പറയൽ സംഭവിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് അവിടെ അണികളുണ്ടായിരുന്നത്. VS തിരികെ വരുമെന്ന പ്രാർത്ഥനയോടെ അവിടെ കാത്തുനിന്നു. പക്ഷെ അവരെ തേടിയെത്തിയത് ഈ വിയോഗ വാർത്തയാണ്. AKG സെന്ററിലേക്ക്, പഴയ AKG സെന്റർ ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറിയിരിക്കുന്ന അങ്ങോട്ടേക്കാണ് VS-നെ കൊണ്ടുവരിക. അവിടെ പൊതുദർശനത്തിന് സൗകര്യമുണ്ടാകും. നാളെ ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് ദേശീയപാത വഴി വിലാപയാത്രയെ കൊണ്ടുപോകും. നമുക്കറിയാം അത് പ്രതീക്ഷിക്കുന്ന പോലെ രാത്രിയോടുകൂടി എത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം വഴിയിലുടനീളം പ്രിയ സഖാവിന് ആദരവർപ്പിക്കാൻ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകളുടെ നീണ്ട നിര കാത്തു നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രശാന്ത് കൃഷ്ണ, ആദ്യം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് SUT ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോവുക.